കൗൺസിലർ ഓഫീസിലെ അപര്യാപ്തതകൾ പരിഹരിക്കണമെന്ന് ശാസ്തമംഗലം കൗൺസിലർ ആർ ശ്രീലേഖ. ശുചിമുറി അടക്കമുള്ള സൗകര്യങ്ങൾ ഇല്ലെന്നും സ്ഥലപരിമിതിയുണ്ട് എന്നും കാട്ടി തിരുവനന്തപുരം മേയർക്ക് കത്ത് നൽകി. ശ്രീലേഖയുടെ ശാസ്തമംഗലം വാർഡ് കൗൺസിലർ ഓഫീസ് ഇന്ന് മുതൽ പ്രവർത്തനം ആരംഭിച്ചു. ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ ദീപം കൊളുത്തിയ ശേഷമാണ് ഓഫീസ് പ്രവർത്തനം തുടങ്ങിയത്. കെട്ടിട വിവാദത്തിന് ശേഷം ഇന്നാണ് ശ്രീലേഖ IPS ശാസ്തമംഗലത്തെ കോർപ്പറേഷൻ കെട്ടിടത്തിലെത്തിയത്. കൗൺസിലർ ഓഫീസിന്റെ പ്രവർത്തനവും ഔദ്യോഗികമായി ആരംഭിച്ചു. ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ ദീപം തെളിയിച്ച ശേഷമാണ് ഓഫീസ് പ്രവർത്തനം തുടങ്ങിയത്. ആദ്യം ചെയ്തത് ഇങ്ങനെ ഒരു ഭാരതാംബയുടെ പടം വെച്ച് വിളക്ക് കൊളുത്തി അനുഗ്രഹം വാങ്ങി ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് അത് ചെയ്തു. പിന്നാലെയാണ് ഓഫീസിലെ അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ആർ ശ്രീലേഖ IPS മേയർക്ക് കത്ത് നൽകിയത്. നിലവിലത്തെ ഓഫീസ് മുറിയിൽ ശുചിമുറി സൗകര്യമില്ലെന്നും സ്ഥലപരിമിതി പ്രശ്നങ്ങളുണ്ടെന്നും ശ്രീലേഖയുടെ കത്തിൽ പറയുന്നു. അതേസമയം കോർപ്പറേഷൻ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന തന്റെ ഓഫീസിന് കൃത്യമായി വാടക നൽകുന്നുവെന്ന VK പ്രശാന്തിന്റെ വാദം കളവെന്ന് തെളിഞ്ഞു. പ്രശാന്ത് 1 വർഷമായി വാടക നൽകിയിരുന്നില്ല. കെട്ടിട വിവാദം ഉണ്ടായതിനു ശേഷമാണ് പ്രശാന്ത് കുടിശ്ശിക അടച്ചു തീർത്തത്. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം.